ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. എന്റെ മോളെ, എന്തൊക്കെയാ അവിടെ നടക്കുന്നേ? മേഘൻ ഇവിടെ വന്ന് ചൂടായിട്ടാണല്ലോ പോയത്. അയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞില്ലേ? അവനൊന്നും ചെയ്തിട്ടില്ല, മറ്റു പലരും ചെയ്യിച്ചതാ. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മുഖത്ത് നോക്കിയാ മേഘം പറഞ്ഞത് വൃത്തികേട് കാണിക്കരുതെന്ന്. അമ്മയ്ക്ക് തന്നെ. ആ മഞ്ജു, ഞാനാ. പറയെടുത്തി. എന്റെ മഞ്ജു, നീയും മേഘേട്ടനും തമ്മില് അടിച്ചു പിരിയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നിന്റെ ഏട്ടനും അയാളുടെ ഭാര്യയും കൂടി ചെയ്യുന്ന പണിയാ ഇതൊക്കെ. നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് തന്നെ കല്യാണം മുടക്കാൻ അവര് നോക്കിയതല്ലേ? ഏട്ടനായിട്ട് കൂടി കല്യാണത്തിന് പോലും സഹകരിക്കാതെ അങ്ങനെ മാറി നിന്നതല്ലേ? എന്നിട്ടും നിങ്ങളുടെ കല്യാണം നടന്നതിന്റെ ദേഷ്യ ഈ തീർക്കുന്നത്. ആദ്യം മേഘേട്ടന്റെ അച്ഛനെയും എന്റെ അച്ഛനെയും ഗുണ്ടകളെ വെച്ച് തല്ലിച്ചു. എന്നിട്ടും കലി അടങ്ങാതെയാ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയാ, നിങ്ങൾ തമ്മില് ഇതിന്റെ പേരിൽ വഴക്കിടരുത്, തമ്മിൽ തല്ലരുത്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങളുടെ ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത്. ശരിയെടുത്തി. പെട്ടെന്ന് ആ പടം കണ്ടപ്പോ എന്റെ മനസ്സൊന്ന് കലങ്ങിപ്പോയി. ലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളൊന്നും ജനിക്കാൻ പോകുന്നില്ല. അതൊക്കെ സങ്കടമായിട്ട് അവളുടെ മനസ്സിൽ കിടക്കുക മഞ്ജു. അതുകൊണ്ടാ മറ്റുള്ളവരുടെ ജീവിതം കൂടി താറുമാറാക്കാൻ നോക്കുന്നത്. ദേ, അതിനൊന്നും നമ്മൾ നിന്നു കൊടുക്കരുത്. ശരിയെടുത്തി. ദുർഗ എന്നെയും വിളിച്ചിരുന്നു. ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോ അതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും കൂടി തമ്മിലടിച്ചാ നിനക്കേ നഷ്ടം വരുള്ളൂ എന്ന് കരുതി എന്റെ ഭർത്താവ് വേറൊരുത്തിക്ക് മനസ്സ് കൊടുത്താ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് ആടിനെ പട്ടിയാക്കുന്ന കാലമാ മേഘം പറയുന്ന പോലെ. ഇതുപോലുള്ള എത്ര സംഭവങ്ങളാ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മൊബൈല് തുറന്നാ അതൊക്കെ തന്നെയല്ലേ കാണുന്നത്. പിന്നെ കണ്ണുകൊണ്ട് കാണാതെ അതൊന്നും വിശ്വസിക്കരുത്. ഞാൻ നിന്റെ വീട്ടിൽ പോയി കണ്ണനെ മഹാലക്ഷ്മിയൊക്കെ കണ്ടായിരുന്നു. ദുർഗയും കരുണയും ഇപ്പോ എവളോട് സംസാരിച്ചിട്ട് വച്ചതേ ഉള്ളൂ. ആരീ ചതി ചെയ്താലും അത് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. കണ്ണനോടും മഹാലക്ഷ്മിയോടും ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച, അതും ഇതുപോലുള്ള വളഞ്ഞ വഴിയൊക്കെ സ്വീകരിച്ച്, അവളെയും കൊത്തി അരിയും ഞാൻ. ഇനി ആരെയും കൊത്തി അരിയാനൊന്നും പോണ്ട. മൊബൈലിൽ കണ്ടതൊന്നും സത്യമാവാതിരുന്നാ മതി. ഇടി, ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത പെണ്ണിനെ എന്നെ ചേർത്തിട്ടാ ഓരോരോ ഫോട്ടോകൾ പടച്ചങ്ങ് വിട്ടിരിക്കുന്നത്. അതൊക്കെ വിശ്വസിക്കാതെ ഇവിടെ ഒരുത്തി. സോറി മേഘേട്ടാ. എന്തോന്ന് സോറി? ഇടി, അതിന്റെ പേരിൽ വീടിനകത്ത് ബഹളം ഉണ്ടാക്കിയിട്ടാണോ സോറി പറയുന്നത്? എടി മഞ്ജു, കല്യാണത്തിന് കാര്യമായിട്ടൊന്നും അവന് കിട്ടിയിട്ടില്ല. അതിന്റെ കൂടെ ഇതുപോലുള്ള പ്രശ്നങ്ങള് ഊതി പെരുപ്പിച്ചാലുണ്ടല്ലോ നിനക്കേ നഷ്ടം വരുള്ളൂ. നീ എന്തിനാടാ മഞ്ജുന്റെ ഫോണിലോട്ട് ഞാനും മാനസും തമ്മിലുള്ള ഫോട്ടോ അയച്ചു കൊടുത്ത? സാഗറേ, നീ എന്നെ മണ്ടനാക്കരുത് കേട്ടോ.